ഞങ്ങൾ യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കിയിട്ട് ഞങ്ങൾ പിന്മാറും എന്നാണ് പറഞ്ഞതിനർത്ഥം. യുദ്ധകാലത്തെ ഹാർഡ് ലൈനർ തീർച്ചയായിട്ടും അമേരിക്കയും ഇസ്രായേലിനുമെതിരെ ഒരു സന്ധിയില്ലാത്ത യുദ്ധത്തിന് നേതൃത്വം കൊടുക്കും. അതായിരിക്കും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ലക്ഷ്യം. സന്ധിയില്ലാത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അലി ലാറിജാനിയും പെഷസ്കിയാനും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കുമില്ല, ഒരു സമാധാന ചർച്ചയ്ക്കുമില്ല അമേരിക്കയുമായിട്ടും ഇസ്രായേലുമായിട്ടും. അതിൻ്റെ കാരണം ഈ യുദ്ധം ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണ്, ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കും. താൽക്കാലികമായ ഒരു വെടിനിർത്തലില്ല, യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് കുറേ കൂടി ഗ്രാവിറ്റിയുള്ളൊരു വർത്തമാനമാണ്. യുദ്ധം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കുന്നത് എന്തുവേണം? ഒരു ഇടക്കാല സമാധാന കരാറോ ഒരു വെടിനിർത്തലോ പോലും തങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കിയിട്ട് ഞങ്ങൾ പിന്മാറും എന്നാണ് പറഞ്ഞതിനർത്ഥം. അപ്പോൾ അതൊരു വലിയ വർത്തമാനമാണ്, വലിയ വർത്തമാനമായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ഇസ്രായേൽ കരുതി ഉറപ്പിച്ച് തന്നെയാണ്. കാരണം ഇസ്രായേൽ കഴിഞ്ഞ 4 പതിറ്റാണ്ടായിട്ട് നേരിടുന്നത് ഒരേ ഭീഷണി തന്നെയാണ് ഇറാനെ സംബന്ധിച്ച്. ഒരേ പ്രശ്നമാണ് അവർക്ക് നേരിടാനുള്ളത്. അപ്പോൾ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന് ചോദിച്ചാൽ അത് സൈനികമായി പരിഹരിക്കുമോ ഡിപ്ലോമാറ്റിക്കലായിട്ട് പരിഹരിക്കുമോ എന്നറിയില്ല. കാരണം ഈ ഒരു ആക്രമണം, ഇപ്പോൾ ഉണ്ടായ ഒരു ആക്രമണം, ഒരു ആയത്തുള്ളയുടെ വധം, US-ൻ്റെയും ഇസ്രായേലിൻ്റെയും സഖ്യ ചേർന്നുള്ളൊരു ആക്രമണം അവരേത് നിമിഷവും പ്രതീക്ഷിച്ചതാണ്. അപ്പോൾ അങ്ങനൊരു ചരിത്ര സന്ദർഭം വരുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് GCC രാജ്യങ്ങൾ ആക്രമിക്കുന്നത് മുതൽ ഒരു ഹാർഡ് ലൈനർ ആയത്തുള്ള മരിച്ച ആയത്തുള്ളയുടെ മകനെ തന്നെ അവരോധിക്കുന്നതിലൂടെ, അതായത് അവരെന്താണോ പിന്തുടർന്നു പോകുന്നൊരു വിദേശ നയം, ആ വിദേശ നയം തുടരും എന്നുള്ളതാണ് അതിനർത്ഥം. ഇനി യുദ്ധം എന്തെങ്കിലും അവസാനിക്കുകയോ അല്ലെങ്കിൽ ഇറാൻ വേറെ എന്തെങ്കിലും ജിയോ പൊളിറ്റിക്കലിയൊക്കെ ഇറാൻ മാറിപ്പോകുമോ ഇതൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. അപ്പോൾ അതിനകത്തുള്ള ഡൊമസ്റ്റിക് രാഷ്ട്രീയത്തിൽ ഈ മുജ്തബ ഖാംനെയി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതും വളരെ പ്രധാനമാണ്.